എന്റെ സഹോദരികളുടെ നഗ്നയായ ഫോട്ടോകളാണ്. 10 മാസം ഗർഭം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച ആ മാതാവിന്റെ നഗ്നയായ ഫോട്ടോയുമായിട്ടാണ് മകൻ നടക്കുന്നത്. അവന്റെ സഹോദരികളുടെ നഗ്നയായ ഫോട്ടോയായിട്ടാണ് അവൻ നടക്കുന്നത്. എന്തിനാണ് ഇവൻ ഈ മാതാവിന്റെ നഗ്നയായ ഫോട്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് മാതാവിന് ആ മക്കളിൽ നിന്ന് കിട്ടേണ്ട ഉപദേശങ്ങൾ കിട്ടാതെ വേദനിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ പല സ്ഥലത്തും പറയാറുള്ളത് പോലെ പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് എന്റെ സഹോദരികളെ നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം പിതാവിനെ ഒരു മകൻ അടിച്ച് തല പൊട്ടിച്ച് തലക്കിഷ്ടിച്ചിട്ടിരിക്കുന്ന ഒരു സ്കൂൾ അധ്യാപകനായ ഒരു പിതാവ്, ആ പിതാവിന്റെ മകനെ കൗൺസിലിംഗ് ചെയ്യാൻ ഈ അടുത്തെന്റെ മാന്യ സ്നേഹിതനായ ഒരു സുഹൃത്തിനെ വിളിച്ചു. ആ സഹോദരൻ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി പോയി. ചെയ്യേണ്ടത് സ്കൂൾ അധ്യാപകനായ ഒരു പിതാവിന്റെ മകനെയാണ്. ആ മകന്റെ പ്രശ്നം എന്താണ്? ആ പിതാവിനെ അടിച്ച് തല പൊട്ടിച്ച് തലക്കിഷ്ടിച്ചിട്ടിരിക്കുന്ന പിതാവ്. എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോ വേദനയോടുകൂടെ ആ പിതാവ് അവർക്ക് പറഞ്ഞു കൊടുത്തത്, എന്റെ മകന്റെ സഞ്ചാരവും നടത്തവും രാത്രികളുടെ വീട്ടിലേക്ക് കയറി വരവും രാവിലെകളിലെ ഇറങ്ങിപ്പോക്കുമൊന്നും എനിക്കത്ര പിടിച്ചില്ല. എന്തൊക്കെയോ ചില അപാകതകൾ എന്റെ മക്കളിലുണ്ട് എന്ന് ഞാൻ കരുതി. ആ അപാകതകൾ എന്താണെന്ന് ഒരു പിടിയും കിട്ടാതെ ഒരു ദിവസം ഞാൻ അവൻ അറിയാതെ അവന്റെ മൊബൈൽ ഒന്നെടുത്ത് പരിശോധിച്ചു. അവന്റെ മൊബൈൽ ഒന്നെടുത്ത് ഞാൻ പരിശോധിച്ചപ്പോ ഞാൻ നെട്ടിപ്പോയി. അവന്റെ മൊബൈൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവന്റെ ഉമ്മാന്റെ വസ്ത്രമഴിച്ചിട്ട ഫോട്ടോകളാണ്. അവന്റെ ഉമ്മാന്റെ നഗ്നയായ ഫോട്ടോകളാണ്. അവന്റെ സഹോദരികളുടെ നഗ്നയായ ഫോട്ടോകളാണ്. 10 മാസം ഗർഭം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച ആ മാതാവിന്റെ നഗ്നയായ ഫോട്ടോയുമായിട്ടാണ് മകൻ നടക്കുന്നത്. അവന്റെ സഹോദരികളുടെ നഗ്നയായ ഫോട്ടോയായിട്ടാണ് അവൻ നടക്കുന്നത്. എന്തിനാണ് ഇവൻ ഈ മാതാവിന്റെ നഗ്നയായ ഫോട്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ മകൻ ഇന്ന് കഞ്ചാവിനടിമയാണ് എന്ന് കണ്ടെത്തുന്നത്. ഇവന് സ്കൂളിലേക്ക് പോകുമ്പോ അവന്റെ കൂട്ടുകാരുടെ കൂടെ ഇവൻ കഞ്ചാവിനടിമപ്പെട്ടു പോയതാണ്. കഞ്ചാവ് വാങ്ങാൻ കിട്ടാവുന്ന വഴികൾ മുഴുവനും പണമുണ്ടാക്കാൻ അവൻ മുട്ടി. അവസാനം ഇനി അവന് പണമുണ്ടാക്കാൻ അവസരം കിട്ടാത്ത ഒരവസ്ഥ വന്നപ്പോ അവൻ കണ്ടെത്തിയവനെ ആരോ പഠിപ്പിച്ചതാണ്. സ്വന്തം മാതാവിന്റെ വിവസ്ത്രയായ ഫോട്ടോ ബാത്റൂമിലോ മറ്റോ ഒളിക്കേ മറവെച്ച് നീ പിടിച്ചാൽ അത് വിറ്റുകൊണ്ട് നിനക്ക് പണമുണ്ടാക്കാമെന്നാരോ അവനെ പഠിപ്പിച്ച് ഇന്ന് നൊന്ത് പ്രസവിച്ച മാതാവിന്റെ നഗ്നയായ ഫോട്ടോ വിറ്റ് ജീവിക്കുന്ന മകനാണിന്ന് പൊന്നു മകനെന്ന് ഞാനും നിങ്ങളും കേൾക്കുമ്പോ യുവാക്കളെ, രക്ഷിതാക്കളെ, ആധുനിക ലോകത്ത് വളർന്നു വരുന്ന തലമുറയുടെ അപകടകരമായൊരവസ്ഥ ഇത് ആൺമക്കളിൽ മാത്രമല്ല, ഇത് അതിനേക്കാളേറെ പെൺമക്കളിലും ഈ ഒരവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നു. അറിയാതെ ഇന്ന് നമ്മുടെ പെൺമക്കൾ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഈടയായി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. ഒരു പെൺകുട്ടി സ്കൂള് കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വന്നു. ആ പെൺകുട്ടിക്ക് ക്ഷീണം കണ്ട് സ്കൂളിൽ പോകുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ശരീരത്തിന് ക്ഷീണം കണ്ടപ്പോ വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ഡോക്ടർമാര് ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് പറഞ്ഞത് ആ പെൺകുട്ടി മാനഭംഗത്തിന് രേഖപ്പെട്ടിരിക്കുന്നു എന്നാണ്, വ്യഭിചാരത്തിനിരയാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ക്ഷീണതയായ പെൺകുട്ടി പറഞ്ഞത് എന്നെ ആരുമൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഡോക്ടർമാര് പരിശോധിച്ച് പറഞ്ഞത് ഒരാളല്ല, രണ്ടാളല്ല, ഈ പാവം പെൺകുട്ടിയെ മാറി മാറി ആരൊക്കെയോ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന്. ആ സമയത്താണ് പെൺകുട്ടി കുറവേ പറയുന്നത്, ഞാനും എന്റെ ബോയ് ഫ്രണ്ടുകളും കൂട്ടുകാരികളും കൂടി ജ്യൂസ് കുടിക്കാൻ കയറിയിരുന്നു. അവിടുന്ന് വെള്ളം കുടിക്കുന്നതിനിടയിൽ എന്റെ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ എന്തോ വെള്ളത്തിലേക്ക് ഇടുന്നത് എനിക്ക് തോന്നി. എന്താണ് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതാണ് ഇന്നത്തെ ലഹരി എന്ന് പറയുന്നത്. ഘടകമണിയോടം ചെറിയ ലഹരി പദാർത്ഥങ്ങൾ അത് നമ്മളെ കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിലോ ജ്യൂസിലോ ഇട്ടാൽ 48 മണിക്കൂർ നേരം ആ ശരീരത്തിൽ നടക്കുന്ന ഒന്നും അവരറിയാത്ത വിധം നമ്മുടെ സ്കൂളിൽ പോകുന്ന മക്കൾ പോലും ഇന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലഹരിക്ക്. കഞ്ചാവിനടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പഴയ കാലത്ത് കള്ളും കഞ്ചാവും ചാരായവും ബീറും ബ്രാൻഡിയുമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് അതൊന്നുമല്ല.
കണ്ണുപോലും ചുവക്കുന്നതിനെ തടയും വിധം, മറ്റൊരാൾക്കും അറിയാത്ത വിധം ലഹരിക്കടിമപ്പെടുന്ന പാവങ്ങളായ ആൺമക്കളും പെൺമക്കളുടെയും ലോകത്താണ് മാതാക്കളെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, പിതാക്കളെ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് എന്തുകൊണ്ടാണ് ആധുനിക ലോകത്തുള്ള തലമുറ മൃഗമായി മാറുന്നത് എന്ന ചോദ്യത്തിന് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും മറുപടി കണ്ടെത്തേണ്ടത്. ഇന്ന് വയലുകൾ അധികരിച്ച കാലമാണ്, പ്രഭാഷണങ്ങൾ കൂടിയ കാലമാണ്, പള്ളികൾ വർദ്ധിച്ച കാലമാണ്, സ്ഥാപനങ്ങൾ അധികരിച്ച പണ്ഡിതന്മാര് വർദ്ധിച്ച കാലമാണ്. എല്ലാ നിലക്കും ആത്മീയമായി ഉയരേണ്ട കാലഘട്ടം, ധാർമ്മികമായി മനുഷ്യന്മാർ ഉന്നതികളിലേക്ക് പോകേണ്ട കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ എന്താണ് തലമുറ ഇങ്ങനെ മനുഷ്യത്വത്തിൽ നിന്ന് മാറി മൃഗതുല്യ ജീവിതത്തിലേക്ക് പോകുന്നത് എന്ന ചോദ്യത്തിന് ഏക മറുപടിയേ ഉള്ളൂ. 1400 വർഷം മുമ്പ് നമ്മുടെ കരളിന്റെ കഷ്ണമായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ചൊല്ലു സ്വലാത്ത് നബി മുഹമ്മദ് മുസ്തഫ, ഒന്നുകൂടി വച്ചത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ പ്രവാചകര് പറഞ്ഞ ഒരു ഹദീസ് എന്റെ സഹോദരികളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തൗ കമാ യസ്തൗൽ ഹദീദ്, ഇരുമ്പ് തുരുമ്പ് പിടിക്കും പോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്ന് വിശുദ്ധ പ്രവാചകർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇരുമ്പ് തുരുമ്പ് പിടിച്ചാൽ ആ ഇരുമ്പിനെ പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി പെയിന്റ് അടിച്ച് നന്നാക്കാതിരുന്നു ഇരുമ്പ് തുരുമ്പ് പിടിച്ചത് മണ്ണായി പിന്നെ ഇരുമ്പല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്നാണ്. നല്ലത് കേൾക്കാൻ നമുക്ക് അവസരം കിട്ടാതിരുന്നാൽ, നല്ലതുമായി ഇടപഴകാൻ അവസരം കിട്ടാതിരുന്നാൽ, നല്ലതുമായി സഹവസിക്കാൻ സാഹചര്യമില്ലാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കും. അള്ളാഹുവിന്റെ പ്രവാചകരോട് സ്വഹാബത്ത് ചോദിച്ചു, അതിനെ കഴുകി വൃത്തിയാക്കാൻ വല്ല മാർഗവുമുണ്ടോ എന്ന്. 1400 വർഷം മുമ്പ് സ്വഹാബത്ത് ഒരു ചോദ്യം ചോദിച്ചു. എപ്പോഴാണ് മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കുന്നത്? നല്ലതല്ലാത്തത് കാണുകയും നല്ലവരല്ലാത്ത കൂട്ടുജീവിതം നയിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിക്കുക എന്ന് വിശുദ്ധ പ്രവാചകർ നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ തുരുമ്പ് പിടിക്കുന്ന ഹൃദയത്തെ പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിക്കാനുള്ള വഴി മാതാക്കളും പിതാക്കളും മനുഷ്യരും കണ്ടില്ലെങ്കിൽ ഇവൻ പിന്നെ മനുഷ്യനല്ലാതെയായി മാറും. ഇവന്റെ സ്വന്തം ഭാര്യയെ തിരിച്ചറിയാനാവില്ല, മാതാപിതാക്കളെ മനസ്സിലാക്കാനാവില്ല, കുടുംബക്കാരെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഈ മക്കൾ പിന്നെ മൃഗതുല്യമായി മാറും. സ്വന്തം മാതാവിന്റെ നഗ്നയായ ഫോട്ടോ എടുക്കാനും വിൽക്കാനും മാത്രമല്ല, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കാൻ പോലും മടിയില്ലാത്തവരായി ഹൃദയം തുരുമ്പ് പിടിച്ച മനുഷ്യന് മാറുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകരോട് ഇത് കേട്ട സ്വഹാബത്ത് ചോദിച്ചു, ഇതൊന്ന് കഴുകി വൃത്തിയാക്കാൻ വല്ല മാർഗവുമുണ്ടോ നബിയെ? ഹബീബിന്റെ തിരിച്ചുള്ള മറുപടി ഉണ്ട്. ഒന്ന് കസറത്തു ദിക്രിൽ മൗത്ത്, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയണം മോനെ എന്ന ബോധം അവനുണ്ടാക്കുക മാത്രമാണ്. ഇത് സുഖിക്കേണ്ട ലോകമല്ല, ഇത് രസിക്കേണ്ട ലോകമല്ല, നമുക്ക് ലോകത്തോട് വിട പറയാനുള്ളതാണെന്നുള്ള ബോധം അത് മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള പ്രോത്സാഹനങ്ങളും പ്രചോദനങ്ങളും എന്റെ രക്ഷിതാക്കളെ ഉമ്മമാരെ ലഭിക്കുക എന്നതാണ് മനുഷ്യന്റെ മനസ്സ് സ്ഫുടം ചെയ്യാനുള്ള ഏക വഴി. നമുക്കറിയാം, ഇങ്ങനെ ഒരു വാർഷികം ഇവിടെ നടക്കുമ്പോ ഈ വാർഷികത്തിലേക്ക്